ഉണ്ടാക്കാൻ എളുപ്പമാണ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിടത്തൊക്കെ ബിസിനസ് കാർഡ് കൊടുത്ത് പോയാൽ മതി. അത് നമ്മൾ പോകുമ്പോൾ തന്നെ വലിയ ഔട്ടോടിൽ വലിച്ചെറിയും. ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. ഐ ഗിവ് യു 21 ടിപ്സ് ടു മേക്ക് ദ റിലേഷൻഷിപ്പ്. ഏറ്റവും മധുരമേറിയ ലോകത്തെ നാമം നിങ്ങളുടെ പേരാണ്. സോ ഇഫ് യു ഫോളോ ദീസ് 5 rules, you can make your relationship deeper. When you make your relationship deeper, you can stronger your leadership. Greenlives Coaching and Training Solution. നർച്ചർ ഇട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതെന്ത് ചെയ്യണം? നട്ടുപിടിപ്പിക്കണം. നമ്മൾ ചെടിയെല്ലാം നട്ടുപിടിപ്പിക്കുന്ന പോലെ പൂന്തോട്ടം ഉണ്ടാക്കാൻ എളുപ്പമാണ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിടത്തൊക്കെ ബിസിനസ് കാർഡ് കൊടുത്ത് പോയാൽ മതി. അത് നമ്മൾ പോകുമ്പോൾ തന്നെ വലിയ ഔട്ടോടിൽ വലിച്ചെറിയും. ആരാ ബിസിനസ് കാർഡൊക്കെ പോക്കറ്റിൽ കിടക്കുക? ഇപ്പോൾ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിൻ്റെ കാലമാണ്. പക്ഷേ നർച്ചർ ചെയ്യണം. ശുക്കൂർ ഞങ്ങളിപ്പോഴത്തെ ഒരു ഇവൻറ്റിൽ ഒരു പ്രോഗ്രാം പങ്കെടുത്ത് അവരുടെയൊക്കെ നല്ല കണക്ഷൻ. ഞാൻ മൊറിക്കാപ്പ് പോയി പുള്ളിയെടുത്ത ചെയർമാൻ്റെ അനിയനായിട്ട് ഭയങ്കര ക്ലോസ് ആയി. ഇപ്പോൾ ചെയർമാൻ്റെ അനിയൻ എന്തുണ്ടെങ്കിലും ശുക്കൂറിനെ വിളിക്കും. കാരണം ഈ ചെയർമാൻ്റെ അനിയൻ്റെ ക്യാബിനൊക്കെ ആരും പോകില്ല. കാരണം ഇവർ കുറച്ച് VIP ടീമാകുമ്പോൾ നമ്മളങ്ങനെ പോയിട്ട് ശുക്കൂർ പോയിട്ട് പെട്ടെന്ന് എങ്ങനെയൊക്കെ കമ്പനിയായി നിസ്കരിക്കാനുള്ള സ്പേസ് വെച്ചിട്ട് അങ്ങനെ കമ്പനിയായി. ഇപ്പോൾ ഭയങ്കര ക്ലോസ് ആണ്. ഇപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ നേരെ ശുക്കൂറിനെ വിളിക്കുക. കാരണം ഇവർക്കൊന്നും അങ്ങനെ അത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളില്ല. ഹലോ യെസ്. പല ആളുകൾ പുള്ളി പറഞ്ഞ 11 എനിക്ക് വിളിക്കുന്നുണ്ട്. എന്നോട് വിളിക്കണേ, പുള്ളി ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം പെരുന്നമണ്ണൊക്കെ കല്യാണത്തിന് പോയപ്പോൾ 12 മണിക്കുണ്ട് ചളകിൽ നിന്ന് വണ്ടി എടുത്ത് വരുന്നത്. എന്തിന്? ടു മേക്ക് റിലേഷൻഷിപ്പ്. അല്ലാതെ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമല്ല. ബന്ധം ഉണ്ടാക്കുക, ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഇൻ റിലേഷൻഷിപ്പ്. സോ നർച്ചർ ഇറ്റ്, കൾട്ടിവേറ്റ് ഇറ്റ്. കൾട്ടിവേറ്റ് ചെയ്യാണ്, ബന്ധങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ പ്രോസസ്. ഇറ്റ്സ് എ പ്രോസസ്, ഇറ്റ്സ് നോട്ട് എൻ ഇവന്റ്. അതൊരു പ്രോസസ്സാണ്, അതൊരു ഇവന്റ് അല്ല. ആ പ്രോസസ്സ് എന്ത് ചെയ്യണം? നമ്മളത് നട്ടുപിടിപ്പിക്കണം. സോ ഇഫ് യു ഫോളോ ദീസ് 5 rules, you can make your relationship deeper. When you make your relationship deeper, you can stronger your leadership. So these are the 5 rules. What's the rule? Human ആവുക. What is human? എന്ന് പറഞ്ഞാൽ what is human? What is H? What is H? Helpfulness. What is U? Understanding. What is M? What is M? Mingling. Then what is A? Amuse. The last one? Human. H-U-M-A-E-N. What is N? Nurture. Once again, what is H? Helpfulness. What is U? Understanding. What is M? Mingling. What is A? Amuse. What is N? Nurture. Be a human. Helpfulness, understanding, mingle, amuse, nurture. Building relationship. I'll give you 21 tips to make the relationship. പുള്ളി അത് പ്രാക്ടിക്കലി ചെയ്യുന്നതാണ്. അതിൻ്റെ തിയറി ഞാൻ പറയുന്നു. The first one, tips for building relationship. Number 1 tip, remember people's name. Remember people's names. Remember your premium customers' name. 20% കസ്റ്റമേഴ്സ് നമുക്ക് 80% ബിസിനസ് കൊണ്ടുവന്നുണ്ട്. യു മസ്റ്റ് റിമെമ്പർ ദെയർ നെയിം ആൻഡ് ട്രീറ്റ് ദം വെരി വെൽ. ട്രീറ്റ് ദം വെരി വെൽ. ആളുകളുടെ പേരാണ് ലോകത്ത് ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും മധുരമേറിയ നാമം ഏതാണ് ഈ ലോകത്ത്? ദാറ്റ്സ് യുവർ നെയിം. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എല്ലാവർക്കും എന്താണ്? എൻ്റെ പേര് വിളിക്കുകയാണെങ്കിൽ, എൻ്റെ പേര് മറ്റുള്ളവർ വിളിക്കുമ്പോൾ, എൻ്റെ പേര് മറ്റുള്ളവർ പറയുമ്പോൾ, ഐ ലവ് ഇറ്റ്. Everybody loves it. If you love it, everybody loves. So please remember your customers' name. എല്ലാ കസ്റ്റമേഴ്സിന്റെ നെയിം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. But the premium customers, the most important customers. That's the number 1 tip. Remember people's names and treat them very well. എങ്ങനെ ഓർക്കാൻ പല ടെക്നിക്കുകളുണ്ട്. അതിലേക്ക് എനിക്ക് പോകാൻ സമയമല്ല. ഓർക്കാൻ പല ടെക്നിക്കുകളുണ്ട്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മെമ്മറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ഹാവ് സ്മാർട്ട് ഫോൺ, യു ക്യാൻ സേവ് ഇറ്റ്. It's very simple. You have WhatsApp, you can save it. ഇന്നിപ്പോൾ നമ്മൾ മെമ്മറി ടെക്നിക്ക് ഒന്നും പഠിച്ച് ഓർത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. It's very simple. Then number 2,
യൂസ് പീപ്പിൾസ് നെയിംസ് വെൻ യു ടോക്ക് ദം. നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം പരിചയപ്പെടുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, യുവർ നെയിം പ്ലീസ്? അരുൺ. ഹായ് അരുൺ, ഹൗ ആർ യു? വെർ ആർ യു ഫ്രം അരുൺ? എവിടുന്നാണ് വരുന്നത്? കട്ടിപ്പാറ. എന്ത് ചെയ്യുന്നു അരുൺ? വെളിച്ചെണ്ണ. ഞാൻ 4 പ്രാവശ്യം അരുൺ എന്ന് ഉപയോഗിച്ച്, പിന്നെ ഞാൻ മറക്കുമോ? ഹലോ, ഓക്കെ, താങ്ക് യു. 4 പ്രാവശ്യം ഞാൻ അരുൺ ഉപയോഗിച്ചു. 4 പ്രാവശ്യം ഞാൻ അരുൺ എന്ന് ഉപയോഗിച്ച്. പിന്നെ എനിക്ക് അരുണിൻ്റെ പേര് ഓർക്കാൻ വലിയ പണിയുണ്ടോ? സംസാരത്തിൽ അരുൺ ഒന്ന് ഉപയോഗിക്കുക. അരുൺ എവിടുന്നാണ് വരുന്നത്, അരുൺ എന്താ ചെയ്യുന്നത്? അപ്പോൾ അരുൺ ഭയങ്കര ഇഷ്ടമാവും, ഭയങ്കര ക്ലോസ് ആയി. പിന്നെ ഞാനൊരു 5 വർഷത്തിന് ശേഷം അരുണെ കാണാണ്. ഹായ് അരുൺ, ഹൗ ആർ യു മാൻ? ദുബായിൽ നിന്ന് കാണാൻ വിളിക്കുകയാണെങ്കിൽ ഇയാളുടെ പേര് ഓർത്തേക്കുന്നുണ്ടല്ലോ. കണക്ട് ചെയ്തു. എന്നോ കാലം ഏതോ ഒരു ഇവന്റിൽ വെച്ച് കണ്ടതാണ്. ബട്ട് ഹി റിമെമ്പേഴ്സ് മൈ നെയിം, വിച്ച് മീൻസ് ഹി ലവ്സ് മീ. അല്ലെ, എന്നെ അംഗീകരിക്കുന്നുണ്ട്, എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ കണക്ട് ചെയ്തു. യൂസ് പീപ്പിൾസ് നെയിംസ് വെൻ യു ടോക്ക് ടു ദം. സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇടക്ക് പേര് കൊണ്ടുവരിക. ബിക്കോസ് എ പേഴ്സൺ നെയിം ഈസ് യുണീക്വലി സ്വീറ്റ് സൗണ്ട്. ഏറ്റവും മധുരമേറിയ ലോകത്തെ നാമം നിങ്ങളുടെ പേരാണ്. Greenlives Coaching and Training Solution.